നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം വീണ്ടും വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം നേടുകയാണ്. ബാലചന്ദ്രകുമാർ അന്തരിച്ചത് ഇത് കേസിന് ആസ്പദമായ തെളിവ് നൽകിയത് കൊണ്ടാണെന്നും മാത്രമല്ല ഇതിന് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട് എന്ന രീതിയിൽ ഇപ്പോൾ കുടുംബം വരെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി പറയുന്ന കുറെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുകയാണ്. നടി ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഭാഗ്യലക്ഷ്മി അടക്കം നടിയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. ഈ ഒരു സംഭവത്തിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ലെങ്കിൽ അത് പല പെൺകുട്ടികളോടും ചെയ്യുന്ന ക്രൂരതയാകുമെന്നാണ് ഭാഗ്യലക്ഷ്മി അഭിപ്രായപ്പെടുന്നത്. അവരെ മാനസികമായും സാമൂഹികമായും തളർത്തിക്കളയുമെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട ദിവസം തന്നെ ഏത് നടിയെന്ന് അറിയും മുമ്പ് എനിക്കൊരു കോൾ വന്നു, ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞ്. പക്ഷേ ആരാണ് നടിയെന്ന് അറിയുന്നത് പിറ്റേ ദിവസമാണ്. ഞാൻ വല്ലാതെ തകർന്നു പോയതായിരുന്നു അന്ന്. ഇത് അപൂർവമായി നടക്കുന്ന ഒരു സംഭവമാണ്. ആദ്യമായിട്ടായിരിക്കില്ല മറ്റു പലരോടും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. 2 മണിക്കൂർ കാറിൽ അനുഭവിച്ചതിന്റെ എത്രയോ ഇരട്ടിയാണ് ഞാനിപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നടി എന്നോട് പലപ്പോഴും പറയാറുള്ളത്. അതുപോലെ തന്നെയായിരുന്നു ബാലചന്ദ്രകുമാർ. എന്നാൽ ദിലീപ് നിരപരാധിയാണ് എന്ന് കോടതി വിധിച്ചതിനു ശേഷവും ദിലീപിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന രീതിയിലുള്ള മുന്നോട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ദിലീപിനെ സ്നേഹിക്കുന്ന പലരും പറയുന്നത്. കോടതി പോലും വിധിച്ചു, പക്ഷേ ഇപ്പോഴും ദിലീപാണ് കുറ്റക്കാരനെന്ന് ഇവർക്കെന്തോ തെളിയിക്കണമെന്നുള്ള വാശി പോലെയാണ് പലയിടത്തും സംസാരിക്കുന്നത് എന്നാണ് പല ആരാധകരും കമന്റ് ചെയ്യുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.